പിണറായി വിജയൻ സർക്കാരിനെതിരെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഏതൊക്കെ കാര്യത്തിൽ ഞങ്ങൾ പിന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ അവർ ചെയ്തതുപോലെ തന്നെ ആവർത്തിക്കുന്നു എന്ന് പരിശോധിച്ച് വിലയിരുത്തേണ്ടത് ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ തന്നെയാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു മര്യാദയും. പക്ഷെ ഞങ്ങളോട് ഈ ചോദ്യം ചോദിക്കാൻ CPM-ന് എത്രത്തോളം അവകാശം ഉണ്ടെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അവർക്ക് ഒരു ഒരു മടിയുമില്ലാതെയാണ് PM ശ്രീ എന്ന് ഞാൻ അതിൽ വെച്ച് തന്നെ തുടങ്ങാം. ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന PM ശ്രീയിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ചുവെന്ന് UDF സർക്കാർ അരുൺകുമാറോട് പറഞ്ഞോ അങ്ങനെ തീരുമാനിച്ചെന്ന്? കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ പറഞ്ഞത് അക്കാര്യത്തിൽ നിയമോപദേശം തേടി നിയമപരമായിട്ട് അതിന്റെ കാര്യങ്ങൾ കാര്യകാരണ സഹിതം പരിശോധിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുക്കുമെന്നുള്ളതാണ്. നിങ്ങൾ അന്ന് ഒപ്പുവെക്കാൻ പോയത്, നിങ്ങൾ അന്ന് ഒപ്പുവെച്ചതിന് ശേഷം പിറ്റേന്ന് ചിന്താവാരികയിൽ ലേഖനം എഴുതി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഒന്നുകിൽ ഒപ്പുവെച്ചത് പുള്ളി അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഒപ്പുവെച്ചതിന് ശേഷം കള്ളം പറഞ്ഞ് വ്യാജമായിട്ട് ചിന്താവാരികയിൽ ലേഖനം എഴുതി. ഇത് രണ്ടുമാകട്ടെ, ഏതായാലും സ്വന്തം ക്യാബിനറ്റിനെ അറിയിക്കാതെ അന്ന് നിങ്ങൾ ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി? CPM മുൻപെടുത്ത നിലപാടിൽ തെറ്റായതെന്ന് കേരള സമൂഹം വിധിയെഴുതിയ ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അതേപടി തുടരാനല്ല, അത് തിരുത്താൻ തന്നെയാണ് ഞങ്ങളെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞാൻ ചോദിക്കുന്നത്, CPM-നോട് ചോദിക്കുന്നത്, ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ ആ വൈകാരികമായിട്ടുള്ള ആവശ്യത്തെ മാനിക്കുന്നു. അതിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഇത് പരിശോധിക്കണമല്ലോ. ഇവരെ ഇതിനു മുമ്പത്തെ ക്യാബിനറ്റിനെ അറിയിക്കാതെ എവിടെയൊക്കെ പോയി എന്തിലൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് പരിശോധിക്കണ്ടേ? ഇതിന്റെ നിയമവശം എന്താണെന്ന് പരിശോധിക്കണ്ടേ? അപ്പോൾ പൗരത്വ നിയമം വന്നപ്പോൾ ഞങ്ങൾ ഇത് നടപ്പാക്കില്ല എന്ന് തീരുമാനിക്കുന്ന പോലെ ഇങ്ങനെ പ്രഖ്യാപിച്ചാൽ മാത്രം പോരല്ലോ, ഇതിന്റെ നിയമപരമായ വശം കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇനി ഒപ്പിടാൻ തീരുമാനിച്ചിട്ടില്ല. UDF സർക്കാരിന്റെ കാലത്ത് PM ശ്രീയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. എന്താണ് വേണ്ടതെന്ന് പരിശോധിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പരിശോധിച്ചതിന് ശേഷം ഇതിന്റെ നിയമപരമായിട്ടുള്ള ബാധ്യതകൾ പഠിച്ചതിന് ശേഷം അക്കാര്യത്തിൽ ഒരു തീരുമാനം പറയും. അതുവരെയെങ്കിലും ഒരു സമാശ്വാസം നൽകണമെന്നുള്ളതാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തത്, LDF-ന്റെ കാലത്ത് വാങ്ങിയ SSI ഫണ്ട് UDF-ന്റെ കാലത്ത് വാങ്ങണ്ട എന്നൊരു തീരുമാനം LDF-നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഒരു കാര്യം അരുൺകുമാറോട് നേരിട്ട് ചോദിക്കുന്നത്, PM ശ്രീയിൽ ഒപ്പിട്ട നടപടി തെറ്റായിരുന്നോ? അത് തെറ്റായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ആ തെറ്റ് തിരുത്താൻ ഞങ്ങളും തയ്യാറാണ്. ഞങ്ങൾ എന്തായാലും ആ തെറ്റ് തിരുത്താൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾക്കത് പരിശോധിക്കണം, പഠിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ അന്ന് ഒപ്പിട്ടത് തെറ്റായിരുന്നോ ശരിയായിരുന്നോ എന്നുള്ള വാദത്തിന് മറുപടി പറയാൻ പറ്റുമോ? ഇനി യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട വിഷയം, ഇവിടെ ഡോക്ടർ ഡി മാവൂത്തിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്. ഞാൻ കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്നു. അദ്ദേഹം ഒരുപാട് വർഷക്കാലം CPM-ന്റെ അധ്യാപക സംഘടനയിലെ അംഗമായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സംഘപരിവാറിന്റെ സംഘടനയിൽ ചെന്നതിന് ശേഷം ഗവർണറുടെ ശുപാർശയിൽ പ്രകാരം MG യൂണിവേഴ്സിറ്റിയുടെ താൽക്കാലിക VC ചുമതല കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ആശംസാ പ്രവാഹം കൊണ്ട് മൂടി അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്നത് LDF-ന്റെ സംഘടനാ ഭാരവാഹികളായി കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ വിരാജിച്ച മനുഷ്യരാണ്. അപ്പോൾ LDF-ന് അക്കാര്യത്തിൽ കൊച്ചി യൂണിവേഴ്സിറ്റിയിലുള്ള LDF-ന്റെ അധ്യാപക അനധ്യാപക സംഘടനയുടെ നിലപാട് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. ഇനി CPM-ന്റെ നിലപാട്, അദ്ദേഹത്തെ നിയമിച്ചത് തെറ്റാണെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ പറയുന്നത്, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ സംഘിവൽക്കരണവും സഖാവുവൽക്കരണവും ഒന്നും വേണ്ടെന്നേ. ക്വാളിറ്റിയുള്ള അധ്യാപകർ വന്നിട്ട് വിദ്യാർത്ഥികളെ ക്വാളിറ്റിയോടുകൂടി പഠിപ്പിക്കട്ടെ. ഇതിങ്ങനെ കുളം കലങ്ങാനായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരേണ്ടതുണ്ട്. അക്കാര്യങ്ങൾ പഠിച്ച് അതിൽ വേണ്ടത്ര മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് 22 ദിവസമായ സർക്കാരിനെ ഓഡിറ്റ് ചെയ്യാൻ ആവേശം കാണിക്കുന്ന ആളുകൾ എങ്ങനെയാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഈ അവസ്ഥയിലേക്ക് തരം താണതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും ചക്കളത്തി പോരാട്ടം നടത്തിയപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും ഗോപിനാഥ് രവീന്ദ്രനെ യൂണിവേഴ്സിറ്റി VC ആയിട്ട് നിയമിക്കാൻ വേണ്ടിയിട്ട് 1:1 എന്ന് പറഞ്ഞിട്ട് ഒരാൾ താങ്കൾ എടുത്തോ, ഒരാൾ ഞാൻ എടുത്തോളാം പറഞ്ഞ് പങ്കുവെച്ച് വീതം വെച്ച് കൊണ്ടുപോയപ്പോഴല്ലേ ഈ പരിപാടി തുടങ്ങിയത്. അതിനുശേഷം നിങ്ങൾ തർക്കമുണ്ടാക്കി ജന്മഭൂമി ലേഖകൻ അടക്കമുള്ള ആളുകൾ സിൻഡിക്കേറ്റിലും സെനറ്റിലും വന്ന ഒരു കാലഘട്ടമുണ്ടല്ലോ, ഇല്ലേ? ബെഞ്ച് ഓഫ് തോട്ട്സ് വിചാരധാര പഠിക്കാനായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സിലബസിൽ ഉൾപ്പെടുത്തിയ കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട്. അപ്പൊ ഇതിനെല്ലാം പ്രത്യേകം UDF സർക്കാർ അധികാരമേറ്റതിനു ശേഷം സംഘിവൽക്കരണം കാവ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തോട് ചെയ്യുന്ന താറുമാറാക്കിയ ഒരു 10 വർഷത്തിൽ നിന്ന്